യുക്തിവാദി സംഘം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വലിയ പ്രസ്ഥാനമായി. ആ പ്രസ്ഥാനമായത് അതുപോലുള്ള മഹാന്മാർ നേതൃത്വം കൊടുക്കുമ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, ഇടമറുക് ഒരു സാധാരണക്കാരനല്ല, അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ നേരിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ഒരു പാണ്ഡിത്യമില്ല. സാധാരണക്കാരനെ പോലെ പെരുമാറുകയും എല്ലാ കാര്യങ്ങളിലും നിശ്ചയദാർഢ്യമുണ്ടാവുകയും ചെയ്തൊരാളാണ്. അദ്ദേഹത്തിന് പരിചയപ്പെട്ടാൽ നമ്മൾ വികലമായി മനസ്സിലുള്ള ഒരുപാട് ധാരണകൾ മാറും. ഒന്നും പഠിക്കാതെ പറയില്ല. നമ്മളിപ്പോൾ ഒരു വലിയ ശീലമുണ്ടല്ലോ, എന്തും കേട്ടാൽ ആധികാരികമായി പറയും. വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എന്താ? ആധികാരികമായി പറയും. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പടനായകനായി നയിച്ചു. ആ യുക്തിവാദി പ്രസ്ഥാനത്തിന് കേരളത്തിലെ ശാഖയുടെ ചെയർമാനായിരുന്നു പവനും അതുപോലെ തന്നെ നന്നായി പഠിച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടുണ്ടായി. യുക്തിവാദി പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് ഏറ്റവും അനിവാര്യമായൊരു കാലമായത്. കാരണം എന്താ? നമ്മൾ പലരും വിശ്വാസ പ്രമാണങ്ങളിൽ മാറി മാറി ബന്ധപ്പെടുന്ന ആളുകളാണ്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള 4 പുസ്തകം വായിച്ചാൽ 4 തരത്തിലുണ്ടാവും. നമ്മൾ ഏതിനെക്കുറിച്ചും വായിക്കുമ്പം ആ വായിച്ച നമ്മൾ ഒരപഗ്രഥനം സ്വയം നടത്തണം. നമ്മളത് വായിച്ചത് മാത്രമല്ല, അത് അപഗ്രഥിക്കണം. അങ്ങനെ അപഗ്രഥിക്കാൻ കഴിവുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിൽ വരുന്നവരാണ്. അവിടെയാണ് ഇടമറുകിനെ പോലുള്ള ആളുകളെ നമ്മൾ ഓർക്കുക. അദ്ദേഹം എല്ലാം കൃത്യമാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ കാവ്യങ്ങൾ തന്നെ, നമ്മുടെ പുരാണങ്ങളിൽ വളരെ പ്രധാനമായി കാണുന്ന പല കാര്യങ്ങൾ തന്നെ ഒരുപാട് തർക്കങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ വയലാറിൻ്റെ ചോദ്യമുണ്ട്. 7-14 ലോകത്തിനും ഒരു ഈശ്വരനുണ്ടോ ഇല്ലയോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, കണ്ടിട്ടുള്ളവരില്ലല്ലോ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മുദ്രാവാക്യമായ രാമരാജ്യം എന്ന് കൊണ്ടുവരാൻ ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ശക്തമായ സമ്മർദ്ദം ഇതായിരുന്നു: ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുത്തും വായന അറിയില്ല, മനുഷ്യനെക്കുറിച്ച് അറിയില്ല, ഒന്നിനെക്കുറിച്ചും ബോധമില്ല. അങ്ങനെ ഒരു കാലം. ആ കാലത്താണ് നമ്മളിങ്ങനെ മാറി മാറി വന്നത്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ജാതി. അതും കേരളം ജാതി എന്ന ആ വിഭജനം കൊണ്ട് തുലഞ്ഞൊരു നാടാ കേരളം. വിവേകാനന്ദൻ പറഞ്ഞല്ലോ ഭ്രാന്താലി എന്ന്. ആ ഭ്രാന്താലിയം പറയിപ്പിച്ച് കേരള. ആ ജാതിയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാ ജാതി ഉണ്ടായതെന്ന്? ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ നാട്ടിൻ്റെ ജാതി വ്യവസ്ഥതയെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ച ആളാണ്. ഒരു വർഗവീക്ഷണത്തോടു കൂടി. നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ നവോത്ഥാന നായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ചരിത്ര പണ്ഡിതന്മാരിലും മുമ്പിൽ രാജാറാം മോഹൻ റോയ്യ. അതിനേക്കാൾ മുമ്പിലുള്ള ഒരാളുണ്ട്, ബസവരാജൻ, കർണാടകത്തിൽ. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ ആ തർക്കത്തിലേക്ക് പോവല്ല. ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞു, ജാതിയാണ് ഏറ്റവും വലിയ ശത്രു നമുക്ക്. ഈ ജാതി എന്തിനുണ്ടാക്കിയത്? ജാതി ഉണ്ടാക്കിയത് വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ല. പഴയ കാലത്ത് ബ്രാഹ്മണരുടെ വാഴ്ചയായിരുന്നു ബ്രാഹ്മണ ആധിപത്യം. ബ്രാഹ്മണർക്ക് അവരുടെ ജീവിതം സുഖമയമായി കൊണ്ടുപോകാൻ അനുചരന്മാർ വേണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ തന്നെ നമ്മുടെ ജമ്മിമാർ, പഴയ കാലത്തെ പ്രമാണിമാർ, ഇതൊക്കെയാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങൾ നടത്താൻ ആളുകൾ വേണ്ടേ? കാര്യസ്ഥൻ എന്ന് പറയും, പല പേരുകളിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പം ഇവർക്ക് എന്ത് ചെയ്യണോ? അപ്പം അവർ തീരുമാനിച്ചു, എൻ്റെ കാര്യം നടത്താൻ ഇന്നിൻ്റെ ആളുകൾ വേണം. ഒന്ന്
എൻ്റെ തലമുടി നീളും, എൻ്റെ താടി നീളും, അത് വെട്ടാൻ ആൾ വേണം. അതിനൊരു വിഭാഗത്തെയാക്കി. അതാണ് ബാർബർ, കാദിയൻ. പ്രധാനപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ അവരാണല്ലോ ഈ ബ്രാഹ്മണർ. ഈ ബ്രാഹ്മണരെ ഇതെടുക്കാൻ ആൾ വേണ്ടേ? വേണം. അതിനോ ഒരു സമുദായം ഉണ്ടാക്കി. അതാണ് തോട്ടി. ജമ്മിക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ പ്രമാണിമാർക്ക് കണ്ടുപിടിക്കണം. അതിന് ചെത്തുകാരൻ വേണം. ചെത്തുകാരൻ തെങ്ങേക്ക് ഇരുന്ന ആളുണ്ടായി. അതാണ് ഈഴവരായ. ഇവിടെ ജാതി എന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടമായി തിരിച്ചു വെച്ചത് ബോധപൂർവമാണ്. വളരെ ബോധപൂർവം മനുഷ്യനെ ജാതി തിരിച്ച് വേർതിരിച്ചത് അവന്റെ ആവശ്യത്തിനാണ്. ആരെ? അന്നത്തെ ബ്രാഹ്മണ കുലത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ നാട് വളർന്നു വന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ലഘുചിത്രമാണ് ഗുരുദേവൻ പറഞ്ഞത്. അവിടെ ഗുരുദേവൻ പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യനെ ഭിന്നിപ്പിക്കാനും മനുഷ്യനെ ചൂഷണം ചെയ്യാനും മനുഷ്യനെ ഇഷ്ടം പോലെ ഉയർന്ന വർഗത്തിന്റെ താല്പര്യത്തിനോട് ഉപയോഗിക്കാനും ഉണ്ടായതാണ് ജാതി വ്യവസ്ഥ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അങ്ങനെ ജാതി വ്യവസ്ഥ മുതൽ പല കാര്യങ്ങളും, നമ്മുടെ പഴയ കാര്യങ്ങളിലേക്കെല്ലാം ഞാൻ പോവില്ല. ഇതുപോലെ അനാചാരങ്ങളും ആഹിതമായി നടത്തിയിരിക്കുന്ന ഒരുപാട് ചര്യകളും നമുക്ക് ആപത്താണെന്ന് ശരിക്കും കണ്ടുപിടിച്ചുകൊണ്ട് അതിനെതിരായി ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് യുക്തിവാദി പ്രസ്ഥാനം വന്നത്. വിശ്വാസം എന്ന് പറയുന്നത് പലതരത്തിലാണ് മനുഷ്യൻ. ആ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാം പോകുന്നത്. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് ഉള്ള അവകാശങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അവകാശമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച എല്ലാ മനുഷ്യർക്കും ഒരുപോലെ രാജ്യത്തിന് അവകാശമുണ്ടല്ലോ. ആ അവകാശമല്ലേ നമ്മുടെ രാജ്യത്തിന് അവകാശം. അവകാശം നമുക്കും വേണ്ടേ? ഇപ്പൊ പവനൻ, അതുപോലെ ഇടമറുക്, മുഹമ്മദ് അലി, നമ്മൾ 3 പേരിൽ ആലോചിച്ച് പവനെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാലോ. പവന് നന്നായി ക്ലാസ് എടുക്കും, പാർട്ടി ക്ലാസ് എടുക്കും, ഒരുപാട് എഴുതും. കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളാ പവനൻ. അതുപോലുള്ള ആളുകളുള്ള നമ്മുടെ നാട്ടില് അവരൊക്കെ പൊതുപ്രവർത്തനത്തിന് വന്ന് എങ്ങനെയാ? പവന്റെ ഒക്കെ പൊതുപ്രവർത്തനത്തിന് വരുന്നത് എങ്ങനെയാ? ഇപ്പൊ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജോലിയാണ് എന്ന രീതിയിൽ കൺവെർഷൻ നടക്കുന്നു. പൊതുപ്രവർത്തനം ജോലിയാ. ജോലി എന്ന് പറഞ്ഞാൽ എന്താ? ജോലിക്ക് പ്രതിഫലം കൂലിയ ആണല്ലോ. പൊതുപ്രവർത്തകൻ എവിടെയാ ജോലി? പൊതുപ്രവർത്തനം ജോലിയാണോ? അല്ല, സാമൂഹ്യ സേവനമാണ്. സാമൂഹ്യ സേവനത്തിന് അർത്ഥം എന്താ? പ്രതിഫലേച്ചില്ല സാമൂഹ്യ സേവന. പ്രതിഫലേച്ചുണ്ടെങ്കിൽ പിന്നെ പോയില്ലേ, ഓൻ പൊതുപ്രവർത്തകനാവില്ലല്ലോ, ഓൻ നമ്മളെ കൂട്ടത്തിൽ ജോലിക്കാരാവില്ലോ. എന്നാൽ നിർഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജോലിയായി കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താ? നമുക്ക് നമ്മളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ധാരണ പെശകളാണ്. ഒന്ന്, അതെന്തുമാവാം എന്നൊരു രീതി വരുന്നു. ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ കുറിച്ച് ഇപ്പം വലിയ ആക്ഷേപമല്ലേ? രാഷ്ട്രീയ പ്രവർത്തകന്മാർ ജനങ്ങളെ കൂടിയല്ലേ, ജനസേവകരല്ലേ. ആ ജനസേവകർ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടാണോ? അല്ലല്ലോ, ജനങ്ങളെ കൂടിയുള്ള ആളുകളല്ലേ. ആ ജനങ്ങളുടെ കൂടിയുള്ള ആളുകൾ ജനങ്ങളെ കൂടിയായിരിക്കണം. ഇവിടെ എന്താ? ഇവിടെ ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് പോകുന്നു. അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന അപച്യുതി നമ്മൾ കാണാതിരിക്കരുത്. ആ അപച്യുതി ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് സമൂഹത്തെക്കുറിച്ച് നല്ല ബോധം വേണം. ലോകത്തെ എല്ലായിടത്തും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ ലോകത്തെ എല്ലായിടത്തും നടക്കുക. നമ്മളെ നാട്ടിൽ നേരിൻ്റെ വഴിയിലേക്ക്, സത്യത്തിൻ്റെ വഴിയിലേക്ക് ഒരു പ്രസ്ഥാനം നയിച്ച 3 പ്രധാനപ്പെട്ട ആളുകളെ നമ്മളിപ്പോൾ ഓർക്കുക. അവരെ ഓർക്കുക മാത്രമല്ല, അവർ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നമുക്ക് എന്നുമെന്നും ഒരു വെളിച്ചമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.